ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും വീണ്ടും കുഞ്ഞു അടുക്കള വിശേഷങ്ങളാണ്. പണിസ്ഥലത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ വ്ളോഗായിട്ട് നമ്മൾ ചെയ്യൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ രാവിലെ ചായൻ്റെ കടി എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം പുട്ടാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ കഴിച്ച് അടുപ്പത്തൊക്കെ വെച്ചിന് കേട്ടോ. പുട്ടും കുറ്റിയിലൊക്കെ നിറച്ച് ഗ്യാസുമ്മലൊക്കെ വെച്ചിന്. അതിൻ്റെ ബാക്കി പൊടിയാണ് കാണിച്ചു തന്നത്. അപ്പോൾ കടല വെന്തിട്ട് കുക്കറൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങേൻ്റെ ഇലയൊക്കെ നുള്ളി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ മീൻ ഞാൻ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചത് ഉണ്ടേനി കേട്ടോ. അപ്പോൾ ഇന്ന് അത് എടുക്കാമെന്ന് വിചാരിച്ച്, മത്തിയാണ് ഇന്ന് മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പുട്ട് വേവുമ്പോഴേക്കും കറിയിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വെറുതെ നിൽക്കണ്ടല്ലോ, ആ സമയം കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ വേഗം ചെയ്ത് തീർത്താൽ നമ്മൾ പോവേണ്ട സമയമാകുമ്പോഴേക്ക് വേഗം പണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പുട്ട് നല്ലോണം വേവണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസുമ്മൽ നല്ല സ്ലോ ആക്കിയിട്ടാട്ടോ വെക്കുക. അപ്പോൾ സിമ്മിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരിതിൽ വെന്ത് കിട്ടും. അത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ അപ്പന് നല്ലോണം പുട്ട് വേവണം. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നൊന്നും വെച്ച ആ ഒരു ഇതിലൊന്നും അങ്ങനെ എടുക്കില്ല. നല്ലോണം വെന്തതിൻ്റെ ശേഷം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞങ്ങളും പുട്ട് വേവിച്ചിട്ട് തന്നെയല്ലേ എടുക്കാമെന്ന്. അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കണേക്കാട്ടിയും കുറച്ചും കൂടി ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാം, അങ്ങനെ ഉണ്ട് കേട്ടോ പുട്ടുണ്ടാക്കണതിൽ. അപ്പോൾ കുറച്ചും കൂടി നേരം വേവിക്കും, അങ്ങനെയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ കടലക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിന് കേട്ടോ കടല. അപ്പോൾ ഒരു 3-4 വിസിലടിച്ച് ഇതും അങ്ങനെ സിമ്മിലിട്ട് നല്ലോണം വേവിച്ചെടുത്ത കടലയാട്ടോ. അപ്പോൾ അതൊക്കെ നല്ലൊരു മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പുട്ട് ഏകദേശം വെന്ത് തുടങ്ങി. അപ്പോൾ അതെടുത്തൊന്ന് കുത്തി വെക്കാമെന്ന് വിചാരിച്ച് അവിടെ അപ്പൻ ചായക്ക് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പന് എന്തൊരു ചായക്കടി ഉണ്ടെങ്കിലും ചൂടോടെ കൂടിയിട്ടേ തിന്നുള്ളൂ കേട്ടോ. അപ്പം അപ്പന് ഇതായപ്പം പിന്നെ അപ്പനോട് ഇരുന്നോളാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പുട്ട് കുത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പം അപ്പന് വേണ്ടത് ഞാനത് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്ത് അപ്പന് ചായയൊക്കെ കൊടുക്കുന്നുണ്ട് ചേച്ചി. അപ്പോഴേക്ക് ഞാൻ ഈ പുട്ടും പൊടിയും കൂടി വാരിയിട്ടിട്ട് വേവിച്ച് വരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോന്നതാട്ടോ. അപ്പം പുട്ടൊക്കെ റെഡിയായി, പുട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് കുറച്ചും കൂടി വെള്ളം വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചോറ് വെന്ത് വരുമ്പം ചെമ്പിൽ വെള്ളം ഇല്ലെങ്കിൽ ആ തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ വെള്ളം വെച്ച് കത്തിക്കണത്. അപ്പോൾ അതാ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് ഗ്യാസുമ്മലായതുകൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ തിളക്കും കേട്ടോ. ഇവിടെ വിറകടുപ്പ് അങ്ങനെ ഉപയോഗിക്കലില്ല, ഫുള്ള് ഗ്യാസുമ്മൽ തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പം അതിലേക്ക് ഞാൻ വേഗം അരിയൊക്കെ ഇട്ട് കൊടുത്ത് ചോറിനുള്ള പണി വേഗം നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നോക്കാം കറീൻ്റെ പണിയെന്ന് വിചാരിച്ച്. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് വാ ചായ കുടിക്കാമെന്ന് എന്നോട് കുറേ നേരമായിട്ട് പറയൽ തുടങ്ങിയിട്ട് ചേച്ചി. അപ്പം ഞാൻ ഇപ്പം വരാമെന്ന് ഇങ്ങനെ പറയും. അപ്പം പറയും എൻ്റെ പണി എപ്പോഴാണ് കഴിയുക, വാ ചായ കുടിക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ ഇപ്പം വരാം, ഒറ്റ മിനിറ്റ് പറഞ്ഞിട്ട് ഞാൻ വേഗം പുട്ടുണ്ടാക്കിയ പാത്രവും കടലക്കറി ഉണ്ടാക്കിയ പാത്രമൊക്കെ വേഗം ഒന്ന് കഴുകി വെച്ചിട്ട് ചായ കുടിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പണി ഞാൻ വേഗം തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിലാണല്ലോ കടലക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കഴുകി എടുത്തേക്കും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു പണിയും കൂടി കുറഞ്ഞിട്ടല്ലോ. ചായ പിടിച്ച് വന്നാൽ പിന്നെ ഈ അടുക്കളയിലെ പാത്രമൊന്നും കഴുകാണ്ടാവില്ലല്ലോ എന്നുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി അവിടെ വെയിറ്റിങ്ങിലാണ്, ഞാനിപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അരി ഇടാമെന്നും പറഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ സ്പീഡിൽ ഈ ഒരു പരിപാടിയും കൂടി കഴിച്ചിട്ട് അങ്ങോട്ട് ചായ കുടിക്കാൻ ചെല്ലാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ ചൂലൊക്കെ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ വെക്കൽ. പുറത്ത് വെച്ചാൽ മഴ കൊള്ളണോണ്ട് ഈ അടുക്കളയിലാണ് കേട്ടോ ചൂല് ആണി അടിച്ചിട്ട് കൊളത്തിയിടുക. അപ്പം ഈ ചൂല് നനഞ്ഞു പോയാൽ പിന്നെ അടിച്ചു വരുമ്പം ഭയങ്കര റിസ്ക് അല്ലേ. ഇപ്പം നല്ല മഴേൻ്റെ ഒരു സമയമല്ലേ. അപ്പം ചൂല് അടുക്കളയിൽ ഒരു ആണിയൊക്കെ തറച്ചിട്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ രീതിയിൽ നല്ല സേഫായിട്ടാണ് കേട്ടോ എല്ലാ സാധനവും വെക്കുക. ഒരു സാധനവും അവിടെ ഇവിടെയും ഒരു അലമ്പായിട്ട് ഇടൂല കേട്ടോ. എല്ലാം ഒതുക്കി പെറുക്കിയിട്ട് തന്നെയാണ് വെക്കുക. അങ്ങനെ ഈ പണി കഴിഞ്ഞ് ഞാൻ നേരെ ചായ കുടിക്കാൻ പോയി ഇരുന്നിട്ടോ. അപ്പോൾ അതാ പുട്ടൊക്കെ ഞാൻ പൊടിക്കൽ കഴിഞ്ഞപ്പോഴേക്ക് അപ്പോൾ കടലക്കറി ഉണ്ട്, ചേച്ചി പുട്ടും കറി ഒഴിച്ചിന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രത്തിൽ തിന്നണ തന്നെയാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെ കുപ്പിപ്പാത്രം എടുത്ത് ഉപയോഗിക്കാൻ പേടിയായിട്ടാണ് ഞാൻ സ്റ്റീൽ പാത്രം ഉപയോഗിക്കണത്. എപ്പോഴും പറയും ചേച്ചി ഈ എന്താ ഈ പാത്രത്തിൽ തിന്നാത്തേന്ന് ചേച്ചി എപ്പോഴും പറയും. പക്ഷേ ഞാൻ പറയും എനിക്ക് വേണ്ട, എനിക്ക് സ്റ്റീൽ പാത്രം മാത്രം മതി പറയും. അങ്ങനെ സ്റ്റീൽ പാത്രത്തിലാട്ടെ ഞാൻ ചായ കുടിക്കുക. അത് എന്താ അങ്ങനെയെന്ന് ആരും ചോദിക്കരുത് കേട്ടോ. ഞാൻ അതിൽ കുടിക്കണോണ്ടാണ് ഞാൻ ആ പ്ലേറ്റ് എടുത്തിട്ട് ചായ കുടിക്കാൻ ചെല്ലണത്.
പിന്നെ ഇതാ ഒക്കെ കഴിഞ്ഞപ്പം ഈ അടുക്കളയിലെ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകാണ്ടിട്ടോ. ഞങ്ങൾ ചായ കുടിച്ച പാത്രങ്ങൾ തന്നെയുള്ളൂ. പിന്നെ അപ്പം ചായ കുടിച്ച പാത്രവും ചായ ഉണ്ടാക്കിയൊരു പാത്രം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കൂടുതലൊന്നുമില്ല. പിന്നെ പുട്ട് നമ്മളെ എടുത്ത് വെച്ചൊരു പാത്രമില്ലേ, അതും കൂടി ഉള്ളതിന്. അപ്പോൾ അത് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് വേഗം കഴുകിയെടുത്തിട്ട് നമുക്ക് കറി വെക്കണ പരിപാടിയിലേക്ക് പോവണം. അപ്പം ഒരു 2 കുപ്പി പ്ലേറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അത്. അപ്പോൾ ഞാൻ സ്റ്റീലല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അത് ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം, ഈ അടുക്കളയും കൂടി ഒന്ന് ക്ലീനാക്കി വെച്ചിട്ട് വേണമെങ്കിൽ ബാക്കി പണികൾക്ക് പോകാനായിട്ട്. ആദ്യം ഞാൻ അതാണ് കേട്ടോ ചെയ്യുക. ചായക്കുടി കഴിഞ്ഞാൽ പിന്നെ ഈ അടുക്കള ഒന്ന് വൃത്തിയാക്കി വെക്കും. ഈ അടുക്കളയിൽ നമുക്ക് കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഇവിടെ ചേച്ചി ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം, ഒരു വെള്ളം എപ്പോഴേലും ഒന്ന് ചൂടാക്കണമെങ്കിൽ അങ്ങനെ, പാലൊന്ന് തിളപ്പിക്കുക, അങ്ങനെയൊക്കെ ഈ അടുക്കള ഉപയോഗിക്കുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പരിപാടികളും മറ്റേ അടുക്കളയിൽ വെച്ചിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ എപ്പോഴും നല്ല വൃത്തിയാക്കിയിടണം. അപ്പം ഞാൻ ഈ പണി കഴിഞ്ഞാൽ പിന്നെ അതാണ് കേട്ടോ, വേഗം ചെയ്യുക, വൃത്തിയാക്കി ക്ലീനാക്കി കുറച്ച് എന്താ പറയുക, കുറച്ച് സജ്ജീകരണങ്ങളൊക്കെ നടത്തും കേട്ടോ ഇവിടെ. അപ്പോൾ ആരെങ്കിലും വന്ന് പെട്ടെന്നൊന്ന് കയറിയാൽ അടുക്കള ഒന്ന് വൃത്തിയായി കിടക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യപരിപാടികളാട്ടോ ഇതൊക്കെ. അപ്പോൾ വേഗം സിങ്കൊക്കെ ഒന്ന് ഉരച്ചിടണം കേട്ടോ. അത് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലായാലും ചെയ്യുന്ന കാര്യമല്ലേ, അപ്പോൾ അത് ഇവിടെയും ചെയ്യും, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോ ഒക്കെ ഏറ്റെടുത്ത ആൾക്കാർക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കാൻ കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സും ഇൻട്രസ്റ്റും ഒക്കെ വരണത് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് എന്നും വ്ളോഗായിട്ടിടുന്നത്. അപ്പോൾ ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് എല്ലായിടത്തും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതാട്ടോ. അപ്പോൾ അതങ്ങനെ വൃത്തിയും ക്ലീനും ഒക്കെ ആയി. അവിടെയൊക്കെ ഒന്ന് തുടച്ച് അടിപൊളിയാക്കിട്ടോ. അപ്പം ഇനി ഇവിടുത്തെ പണി കഴിഞ്ഞെന്ന് തന്നെ പറയാം. ഇനിയിപ്പം ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഈ പാത്രം ഒന്ന് എടുത്തിട്ട്, പാത്രം വെക്കണ ഒരു അറയുണ്ട്, അങ്ങോട്ട് എടുത്ത് വെക്കാൻ വിചാരിക്കുക കേട്ടോ. എന്നാൽ പിന്നെ ഈ സിങ്കും കൂടി ഒന്ന് കാലിയായി കിട്ടും. അതിലൊരു കൊട്ട ഉണ്ട് കേട്ടോ ആ സിങ്കിൽ ആ കൊട്ടയിലാണ് പാത്രം ഇട്ട് വെക്കുക. അപ്പം അതും ഒന്ന് കാലിയായി കിടക്കുമല്ലോ. ഇനി എന്തെങ്കിലും കുഞ്ഞു പാത്രം കഴുകാണ്ടെങ്കിൽ ബാക്കി അതിൽ വെച്ച് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയായിട്ട് ഞാൻ എല്ലാം ഒന്ന് മുകളിലേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് ആ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെക്കാനുള്ളത് അവിടേക്കും കൊണ്ടുപോയി വെക്കും കേട്ടോ. അതൊക്കെ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കറി വെക്കാൻ നേരത്തെ ഞാൻ ആലോചിച്ചത്, വെളുത്തുള്ളി ചതച്ചത് തീർന്നത് ഓർമ്മയില്ല കേട്ടേക്ക്. അപ്പോൾ ഞാനത് കുറച്ച് വെളുത്തുള്ളി എടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് പൊളിച്ചെടുക്കുകയാണ്. പിന്നെ ഉപ്പേരിയിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞ് വെച്ചത്. അതിലേക്ക് 2 പച്ചമുളകും കൂടി അരിഞ്ഞ് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെക്കട്ടെ വിചാരിക്കുക. ഞാൻ ഇല്ലാത്ത സമയത്തും ചേച്ചിയേറ്റം എന്തെങ്കിലും ഇങ്ങനെ കാര്യത്തിന് ബുദ്ധിമുട്ടരുതല്ലോ വിചാരിച്ചിട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെക്കും കേട്ടോ. എപ്പോഴേലും ഞാൻ അപ്രതീക്ഷിതമായി ലീവ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് മുൻകൂറായിട്ട് അതൊക്കെ ചെയ്ത് വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് വേവാത്ത മുന്നേ എടുത്ത് വെക്കണം കേട്ടോ. പകുതി വേവിൽ എടുത്ത് വെക്കും, അത് പിന്നീട് വേവിക്കും കേട്ടോ. രാത്രിത്തേക്ക് ഇനി ചോറ് വേണമെങ്കിൽ അത് പിന്നീട് വേവിക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ ഉച്ചത്തേക്ക് മാത്രമുള്ള കറക്റ്റ് ചോറാക്കിയിട്ട് അത് നല്ലോണം ഒന്ന് വേവിക്കും കേട്ടോ. ഇത് അങ്ങോട്ട് മാറ്റി വെക്കും, അങ്ങനെയാണ് അധികവും ചെയ്യൽ. അപ്പം പിന്നെ ചോറ് വല്ലാതെ വേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പം ഈ ഒരു ഐഡിയ വേണമെങ്കിൽ ആർക്കും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കണവരായിരിക്കും എല്ലാവരും. അപ്പോൾ ആ ചോറ് ഞാൻ വേഗം റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് റെഡി ആയിക്കോളും. അപ്പോഴേക്കും ഞാൻ കറിക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ച് ചട്ടി എടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ കൊഴിച്ചതാണേ. അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളി ഇഞ്ചി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിന്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ പിന്നെ എല്ലാവരും അറിയുമല്ലോ, ഞാൻ ചെയ്യണത് തന്നെയാണ് കേട്ടോ. പതിവ് പോലെ തന്നെ ഈ ഒരു ശൈലിയിൽ തന്നെ കേട്ടോ കറി വെക്കൽ. അപ്പോൾ തക്കാളിയും എന്താ പറയുക, ഉള്ളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക തന്നെയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല കുറച്ചൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. കറി ഓവർ വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കണോണ്ട് കറിക്ക് അത്യാവശ്യം ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ നല്ലോണം വഴറ്റി അപ്പോഴേക്ക് ഉപ്പേരി ഉണ്ടാക്കാമല്ലോ വിചാരിച്ച് അതിനുള്ള പണികളൊക്കെയാണ്. ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിന് കേട്ടോ. നമ്മൾ ചട്ടിയിലുള്ളതൊക്കെ അവിടെ കിടന്ന് അങ്ങനെ നല്ലോണം വഴന്ന് വരുന്നുണ്ട്, ഉള്ളിയും തക്കാളിയൊക്കെ. അപ്പോഴേക്ക് ഞാൻ എൻ്റെ ഈ ഒരു പണിയും കൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ ഞാൻ കടുകൊക്കെ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി അതിലിട്ട് കൊടുക്കണമല്ലോ നമുക്ക്. അപ്പോൾ എല്ലാം തയ്യാറാക്കി വെക്കുകയാണേ. എപ്പോഴാണ് വെളിച്ചെണ്ണ ചൂടായി മൂത്ത് നിൽക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സ്പോട്ടിൽ ഇട്ട് കൊടുക്കണ്ടേ, അപ്പം തിരയാൻ നടക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും നമ്മൾ ഉള്ളി ഒന്ന് വഴന്ന് വന്ന് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഇപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇന്നത്തെ കറിയിലേക്കുള്ള കൂട്ടുമ്പൊക്കെ തയ്യാറാക്കാം.
അപ്പോൾ അതൊന്ന് ഇനി വഴറ്റിയെടുക്കണം. നല്ലോണം മൂപ്പിച്ചെടുക്കും കേട്ടോ ഞാൻ അതിലിട്ടിട്ട്. ആ വെളിച്ചെണ്ണയിലും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മൂപ്പിക്കൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാണ്. നല്ലോണം മൂത്തണ്. ഇനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ പുളിയൊക്കെ അവിടെ പിഴിഞ്ഞ് വെച്ചതുണ്ടേനി. അപ്പോൾ ഞാൻ അതതിൽ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് പിന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് പിന്നെ കടുക് ഇട്ട് കൊടുത്തിന് കേട്ടോ. നമ്മളെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നമ്മളെ കറി മൂടി വെച്ച് കൊടുത്തിന് കേട്ടോ തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിന് കേട്ടോ. ഉപ്പേരിയിലേക്കുള്ള ആ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വെല്ലുള്ളി അരിഞ്ഞതാണ്. ഒരു അരക്കഷ്ണം വെല്ലുള്ളി കേട്ടോ. മുഴുവനൊന്നും എടുക്കില്ല, അരക്കഷ്ണം വെല്ലുള്ളിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. അതാകുമ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ആ ഉള്ളി ഒന്ന് വഴറ്റണയിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് തേങ്ങ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുക. ആ ഉപ്പേരി തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ചീര ഉപ്പേരി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് ഉള്ളിയും ഇതൊക്കെ വഴറ്റുമ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് മുരിങ്ങേൻ്റെ ഇലയോ ചീരയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ലൊരു എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ഇട്ട് വെക്കണതിനെക്കാട്ടി ടേസ്റ്റാണ്. പക്ഷേ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുവന്നമുളക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ല രസമാണ് കേട്ടോ തിന്നാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കറി മസാല തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഒന്ന് മത്തി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടിനും ഞാൻ 2 കയ്യിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൊണ്ട് തന്നെയാണ് ഇളക്കി കൊടുക്കണമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരു പാത്രത്തിൽ ഞാൻ 2 കയ്യിലാക്കിയിട്ട് അവിടെ വെക്കണതാണ് കേട്ടോ. അങ്ങനെ മത്തി ഇട്ട് കൊടുത്ത് മത്തി ഒന്ന് മിക്സാക്കി വെച്ച് കൊടുത്ത് ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ഉപ്പേരിയും ഇവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ മീൻകറി ഇവിടെ തിളച്ച് റെഡി ആയിന് കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങയൊന്നും അരക്കില്ല. ഇന്ന് മത്തി മുളകിട്ടതാണ് കേട്ടോ. തേങ്ങ അരയ്ക്കണ്ട പറഞ്ഞപ്പോൾ തേങ്ങ അരച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് മുരിങ്ങയില ഉപ്പേരിയും മത്തി മുളകിട്ടതുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറിയും നല്ല ഉപ്പേരിയും അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഇവിടുത്തെ ഉച്ചഭക്ഷണം കേട്ടോ. അപ്പോൾ കറി വെന്തേരെ ഞാൻ അപ്പുറത്തെ അടുക്കളയിലേക്ക് കൊണ്ടുവച്ചിട്ടോ. നമുക്ക് ഫ്ലാസ്കിൽ ഒഴിക്കാനുള്ള വെള്ളവും ഞാൻ എടുത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട്. ചോറ് പാത്രത്തിലേക്കാക്കി ഉപ്പേരി വേറെ പാത്രത്തിലേക്കാക്കി ഒക്കെ റെഡി ആക്കിന് കേട്ടോ. ഇനി ഇതൊന്ന് മേശമ്മൽ കൊണ്ടുപോയി വെച്ചെടുത്താൽ ഉച്ചയ്ക്ക് ചോറായി. നല്ല കറി വറ്റി ഉഷാറായി മത്തിക്കറി ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ പോവുകയാണ്. എനിക്ക് കുറച്ച് കറി ഉണ്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ കറിയുണ്ട്, അതൊക്കെ എടുത്ത് ഞാൻ കവറിലേക്ക് ഇടട്ടെ. പിന്നെ 2 മാങ്ങയും ചേച്ചി തന്നിന് കേട്ടോ. കറി വെക്കുമ്പം കറിയിലിട്ടോന്നും പറഞ്ഞിട്ട് 2 മാങ്ങയും തന്നിട്ടുണ്ട്. പച്ചമാങ്ങ ഉണ്ട്, പറിച്ചതാണ് അവിടെ നിന്ന്. അപ്പോൾ എനിക്ക് കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ കറി ഉണ്ടാക്കിയാണ് എങ്കിലും ചേച്ചി തരുന്ന കറി ഞാൻ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചോറ് തിന്നാത്തതുകൊണ്ടാണ് കേട്ടോ ഈ കറി തന്നയക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് അത് കൂട്ടി കഴിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.